ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്നത്തെ മോർണിംഗ് വിഷ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്നേഹതീരത്ത് നിന്നാണ്. സ്നേഹത്തിൽ പൊതിഞ്ഞൊരു ഗുഡ് മോർണിംഗ്. അതെ, നമ്മളിപ്പോൾ ഉള്ളത് ദുബായ് അൽഖുദറയിലെ ലവ് ലേക്കിലാണ്. സ്നേഹതീരം, പ്രണയതീരം അല്ലേ? യു എയിൽ ഫസ്റ്റായിട്ട് വരുന്നവരും ഇതുവരെ കാണാത്തവരും ഒക്കെ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ ലവ് ലേക്ക്. ഈ സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോഴാണ് പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്, പ്രണയത്തിൻ്റെ സൗന്ദര്യം ദാമ്പത്യത്തിന് വരികയില്ലെന്ന്. എന്താ കാര്യമെന്ന് വെച്ചാൽ പ്രണയം സുന്ദരമാണ്, സങ്കല്പമാണ്, ദാമ്പത്യം സത്യമാണ്, യാഥാർത്ഥ്യമാണ് അല്ലേ? ഭ്രാന്തനായ മജ്നുവിനെ നീ എന്തിനാണ് പ്രണയിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ലൈല പറയുന്നുണ്ട്, മജ്നുവിൻ്റെ ഭംഗി കാണണമെങ്കിൽ ലൈലയുടെ കണ്ണിലൂടെ നോക്കണമെന്ന്. കുട്ടിക്കാലം മുതലേ ഞാൻ കേൾക്കുന്ന സുന്ദര പ്രണയകഥയിലെ കഥാപാത്രങ്ങളാണ് കേട്ടോ ലൈല, മജ്നു, റോമിയോ ജൂലിയറ്റും ഒക്കെ. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ, യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അവരാരും കല്യാണം കഴിച്ചിട്ടില്ല. അത് നമ്മളാരും ഓർക്കാറില്ല അല്ലേ? വളരെ മനോഹരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഈ ലവ് ലേക്ക് നിർമ്മിച്ചിട്ടുള്ളത്. എനിക്ക് പൊതുവേ ഇത്തരം കാഴ്ചകൾ കാണാനാണ് കേട്ടോ താല്പര്യം. മരങ്ങൾ, പുഴ, തോട്, പച്ചപ്പ്, മലകൾ, ഇതൊന്നും എത്ര കണ്ടാലും ആസ്വദിച്ചാലും മതിയാവില്ല. യു എയിൽ കൂടുതലായിട്ടും കാണാനുള്ളത് ഡ്രൈ പ്ലേസുകളാണ് കേട്ടോ. ഒരു മരം പോലും ഇല്ലാത്ത കുറേ മലകൾ, കാര്യങ്ങൾ, ഹത്ത, ജബൽ ജെയ്സ് പോലുള്ള സ്ഥലങ്ങളൊക്കെ പോവാറുണ്ടെങ്കിലും കൂടി ഇത്രയ്ക്ക് ഞാൻ അങ്ങ് ആസ്വദിക്കാറില്ല കേട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. ഇവിടെ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. ഇത്രയും തവണ വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ടെൻ്റൊക്കെ അടിച്ച് സെറ്റായി ഇവിടെ സ്റ്റേ ചെയ്തു. ലവ് ലേക്കിൽ വന്നു കഴിഞ്ഞാൽ അകത്തുള്ള കാഴ്ചകൾ മാത്രം കണ്ട് നിങ്ങൾ പോവരുതേ. പുറത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പതുക്കെ നടന്ന് അതെല്ലാം കണ്ടിട്ട് വേണം പോവാനായിട്ട്. ഇവിടെ തികച്ചും ഫ്രീ ആണ് കേട്ടോ. ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ക്യാമ്പിങ്, ഗ്രില്ലിങ്, ബാത്റൂം സൗകര്യങ്ങൾ അങ്ങനെ എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ഈ വിൻ്റർ സീസൺ കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ വന്ന് എൻജോയ് ചെയ്യണേ. നിങ്ങൾ സ്വപ്നം കാണുന്നവരാണോ? വേരുകളിൽ നിന്നാണ് തുടക്കമെങ്കിലും ആകാശത്തോളം സ്വപ്നം കാണണം കേട്ടോ. ചില്ലകളിലൂടെ വളർന്ന് ഇലകളായി മാറി പിന്നെ നമ്മുടെ സ്വപ്നം പൂക്കളുടെ സുഗന്ധത്തിലൂടെ ആകാശത്തോളം ഉയരാൻ കഴിഞ്ഞാലോ അല്ലേ? ഞാൻ അങ്ങനെ നന്നായിട്ട് സ്വപ്നം കാണുന്ന ഒരാളാണ് കേട്ടോ. നടന്നാലും ഇല്ലെങ്കിലും സ്വപ്നം കാണുന്നതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ യൂട്യൂബ് ചാനലും. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഒരുപാട് വരുമാനം കിട്ടാനോ മറ്റോ ഒന്നുമല്ല. ഒരുപാട് കാലം കഴിഞ്ഞാലും പ്രായമായാലും ഞാൻ എന്തായിരുന്നെന്നും എങ്ങനെയായിരുന്നെന്നും എന്നെ തന്നെ കാണിക്കാനും ഓർമ്മപ്പെടുത്താനുമാണ് കേട്ടോ. ഓരോ ദിവസവും വർഷങ്ങളും മാസങ്ങളും അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ കേട്ടതും കണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓർമ്മകളായിട്ട് മാറുവാണല്ലേ. അതൊന്ന് ചികഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണേ. ദേ, ഇയാൾ വഴി തെറ്റി ഇവിടെ എത്തിയതാണ് കേട്ടോ. ഒരു കൂട്ടം ആൾക്കാർ ഇവൻ്റെ പിന്നാലെയുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അതൊക്കെ വെച്ച് തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, ബ്രെഡ് ഓംലേറ്റും അതൊക്കെ കഴിച്ച് ഞങ്ങളിതേ നടക്കാൻ ഇറങ്ങുവാണ് കേട്ടോ. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രമല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഒക്കെ കൂടെ ഉണ്ട്. യാത്ര മനോഹരമാവുന്നത് കൂടെ ആത്മാർത്ഥമായിട്ടുള്ള 2 സുഹൃത്തുക്കളും കൂടെ ഉണ്ടാകുമ്പോഴാണല്ലോ. ഇതുപോലത്തെ ട്രിപ്പൊക്കെ പോകുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പോവാറുള്ളത്. അതാണല്ലോ അതിൻ്റെ ഒരു രസം അല്ലേ? ഒരു 4 ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഓംലെറ്റ് എന്ന് വെച്ചാൽ ഈ മുട്ടക്കകത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ആംബ്ലേറ്റ് പറയണ്ടേ? നിങ്ങൾക്ക് വൈലോപ്പിള്ളിയുടെ മാമ്പയം എന്ന കവിതയിലെ വരികൾ ഇഷ്ടമാണോ? സ്കൂളിൽ പഠിക്കുമ്പോഴാട്ടോ ആദ്യമായിട്ട് കേട്ടത് ഇത്. എപ്പോൾ കേൾക്കുമ്പോഴും മനസ്സിൽ നിന്നൊരു വിങ്ങലാണ്. മാത്രമല്ല കേട്ട അന്ന് മുതലേ മനസ്സിൽ കയറിക്കൂടി കുറച്ച് വരികളാണ്. ഇതിലെ കുറച്ച് വരികൾ കേട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ലവ് ലേക്കിലെ കാഴ്ചകൾ കണ്ടാലോ? അങ്കണത്തൈ മാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മ തന്നെ ത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ 4 മാസത്തിൻ മുൻപേ ഏറെ നാൾ കൊതിച്ചിട്ടേ ബാലമഗന്ധം പൂവി തുണ്ണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ അമ്മലർ ചെണ്ടൊന്നോടി ചാഹ്ലാദിച്ചടുത്തെത്തി ചോടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവിറുത്തു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ മാങ്കനി വീഴുന്നേരം ഓ
ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി. മാമ്പഴം പെരുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപേഴും മലർക്കുല എറിഞ്ഞു വീറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം. അപ്പോൾ ശരി, പാട്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഈ വീഡിയോ ആയിട്ട് ബന്ധമൊന്നും ഇല്ലെങ്കിലും എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഞങ്ങൾ രാത്രി തന്നെ സെറ്റപ്പാക്കിയ കാര്യങ്ങളാണ് കേട്ടോ. ഫുഡ് സാധാരണ എല്ലാവരും ഇവിടെ വന്ന് ഗ്രില്ല് ചെയ്യാറാണ്. ഞങ്ങൾ ഭൂലോക മടിയന്മാരായതുകൊണ്ട് വീട്ടിൽ നിന്ന് ഗ്രില്ല് ചെയ്തങ്ങ് കൊണ്ടുവന്നു. ഇവിടെ വന്നൊന്ന് ചൂടാക്കി അങ്ങ് കഴിച്ചു. ചൂടാക്കുന്ന ഒരു നൊസ്റ്റാൾജി മതി ഞങ്ങൾക്കെന്ന് തീരുമാനിച്ചു. മടി കാരണമാണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സി യു.